സംഘത്തെ കാണാൻ നിൽക്കുകയാണ്. അടുത്ത സംഘത്തെ കാണാൻ വേണ്ടി. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ? കുഴപ്പമുണ്ടല്ലോ, ഉഷാറായിരുന്നു. പഴയനാട്ടിൽ ബെറ്ററായിരുന്നു ഇപ്രാവശ്യം വന്നത്. സൂപ്പറായിരുന്നു. ആദ്യമായിട്ടാണ് ഇപ്പം അത് പ്രാവശ്യം വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് ഫസ്റ്റ് ടൈമാണ്. ഉഷാറായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. ഇവിടെ ഉള്ളവരാണോ? ഇവിടെ തന്നെയുള്ള? അല്ലല്ല, ആലുവ. ആലുവെന്ന് വന്നാണ് കാണാൻ. ആ, അടിപൊളി, ഇഷ്ടമായി. ആദ്യമായിട്ട് തന്നെയാണ്. എല്ലാം മൊബൈലിൽ പകർത്തി. ഒരു ഇതൊക്കെ. അങ്ങനെ ഒരുപാട് പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നു. നമ്മൾ നേരത്തെ കണ്ടു, നേപ്പാളിൽ നിന്നുള്ള കുട്ടിയടക്കം ഇവിടെ പുലിവേഷം കെട്ടുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾ ഇവിടെ പുലിവേഷം കെട്ടുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ പുലിവേഷം കെട്ടുന്നുണ്ട്. ഇതൊക്കെ വെച്ചോ. ഇതെന്താ ഇത്? പുലി. എല്ലാരും അതിന്റെ ഒരു ആവേശത്തിലാണല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പ്രവാസിന് ആദ്യമായിട്ടാണ് പുലികളിക്ക് വേണ്ടി വന്നതാണ്. എവിടെയാണ്? ഞാൻ കൊടുങ്ങല്ലൂർ മതിലകം. എവിടെ? വിദേശത്ത് എവിടെയാണ്? ദുബായ്. പുലികളി കാണാൻ വേണ്ടി അവധി എടുത്തു വന്നതാണ് കുട്ടികളെയും കൊണ്ട്. എങ്ങനെയുണ്ട് അതിന്റെ ഒരു സൂപ്പറായി, നല്ല ഇതായിരുന്നു. അപ്പോൾ കണ്ടല്ലോ ദിവിഷ, ഇതാണ് കാരണം. പ്രവാസികളടക്കം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം ഒക്കെ തന്നെ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ പുലികളിയുടെ ആവേശം അവർ ഉള്ളിൽ നിറച്ചുകൊണ്ട് ആ ആഘോഷത്തിനൊപ്പം ആ താളത്തിനൊപ്പം ചുവടുകൾ വെച്ച് അവർ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ സ്വരാജ് റൗണ്ടിന് സമീപം കാണാൻ സാധിക്കുന്നത്. ഓരോരോ സംഘങ്ങളായി, പുലികളി സംഘങ്ങളായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ആഘോഷത്തിമിർപ്പിൻ്റെ ഒരു വലിയ വിരുന്ന് തന്നെ ഒരുക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയുക. രാഗിനാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ തൃശ്ശൂർ റൗണ്ടിനെ പുലികൾ ഇങ്ങനെ വാഴുകയാണ്. ഓരോ സംഘങ്ങൾ താളത്തിനൊത്ത് ചൂടുകൾ വെച്ച് മുന്നോട്ട് പോകുന്നു. കാണാൻ പലയിടങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നു. ആളുകൾക്കും പുതിയ അനുഭവമാണ്. ആദ്യമായി കാണാൻ വരുന്നവരുണ്ട്, പതിവായി എല്ലാ വർഷവും പുലിക്കളി കാണാൻ വരുന്നവരുണ്ട്. ആകാശ കാഴ്ചകൾ വരുമ്പോൾ കൂടുതൽ സൗന്ദര്യമാണ്. പുലിമീൻ അവിടെയുണ്ട്. അതിന് മുകളിലൊരു പുലി സ്ഥാനം പിടിച്ചിരിക്കുന്നു. തൊട്ടു പിന്നിൽ ഗരുഡനും നാഗവും തമ്മിലുള്ള യുദ്ധം കാണാം. അങ്ങനെ വിവിധങ്ങളായ നിശ്ചല ദൃശ്യങ്ങൾ അതിമനോഹരമായി ഒരുക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും തങ്ങളുടെ പുലി സംഘങ്ങൾക്കൊപ്പം ഈ പുലിക്കളി മഹോത്സവത്തിൽ പങ്കുചേരുന്നത്. വലിയ ആവേശത്തോടെ ഒന്നാം സ്ഥാനം ആർക്കടിക്കാൻ കഴിയും എന്ന ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് എല്ലാവരും രംഗത്തിറങ്ങുന്നത്. പക്ഷേ മൊത്തത്തിൽ അതെല്ലാവർക്കും ആസ്വദിക്കാവുന്നൊരു വലിയ ഒരു ഉത്സവം ആഘോഷമാക്കി മാറ്റുകയാണ് പുലിക്കളി സംഘങ്ങളെന്നാണ്. അതുകൊണ്ടാണ് പല നിറങ്ങളിൽ, പല വർണ്ണങ്ങളിൽ, പല ഡിസൈനുകളിൽ ഒക്കെ പുലികളെ അണിയിച്ചൊരുക്കി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ നേപ്പാളിൽ നിന്നുമൊക്കെയുള്ള ആളുകൾ ഈ പുലിക്കളി സംഘങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഓരോ ആഘോഷ കാഴ്ചകളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പങ്കുകൂടി വളരെ വലുതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞുപോയ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മിക്ക സംഘങ്ങളിലും തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ തുഴച്ചിലുകാരായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുലിക്കളി സംഘങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇടം പിടിക്കുന്നുണ്ട്. അതങ്ങനെ ഒരു കാലം മാറിയതിനനുസരിച്ച് എല്ലാവരുടെയും ഒരു പങ്കാളിത്തവും സാന്നിധ്യവും ഒക്കെ എല്ലാ ആഘോഷങ്ങളിലും ഉണ്ടാകുന്നു എന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതുകൂടി രസകരമാണ്. പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ, പല സംസ്കാരങ്ങളിൽ നിന്നുള്ളവർ നമ്മുടെ കേരളത്തിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്സവങ്ങളിൽ പങ്കാളിയാകുമ്പോൾ അത് കുറച്ചുകൂടി സന്തോഷം പകരുന്ന കാഴ്ചകളാണ്. അങ്ങനെ തൃശ്ശൂർ റൗണ്ടിനെ താളമേള വിസ്മയത്തിൽ കുളിപ്പിച്ചുകൊണ്ടിതാ പുലിക്കളി ഇങ്ങനെ മുന്നേറുകയാണ്. സമയം 5:38. പതുക്കെ സൂര്യപ്രകാശം മങ്ങിത്തുടങ്ങുന്നതോടുകൂടി ഈ കൂട്ടത്തിലെ പല പുലികളും വെട്ടിത്തിളങ്ങാൻ തുടങ്ങും. ഒപ്പം തന്നെ മുഖംമൂടികളും വെട്ടിത്തിളങ്ങാൻ തുടങ്ങും. നല്ല മനോഹരമായ കാഴ്ചകൾ. ഇപ്പോൾ ഈ നിശ്ചല ദൃശ്യങ്ങളൊക്കെ പ്രകാശ സംവിധാനങ്ങളൊക്കെ കൃത്യമായി സജ്ജീകരിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശം മങ്ങുന്നതോടുകൂടി അതൊക്കെ പ്രകാശപൂരിതമായി മാറും. അപ്പോൾ മനോഹരമായ ഒരു രാത്രി കാഴ്ച കൂടി ഈ പുലിക്കളി സംഘങ്ങൾ നമുക്ക് സമ്മാനിക്കും. 5ാം ഓണമാണ്. ഓണാഘോഷങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന ദിവസം കൂടിയാണ് തൃശ്ശൂരിൽ പുലിക്കളി എന്നത്. നാളെ നമുക്ക് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലേക്ക് വന്നാൽ നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ആ സമാപന പരിപാടിയാണ്. വാരാഘോഷ സമാപന പരിപാടി നടക്കുകയാണ്. വലിയ ഘോഷയാത്രകൾ, വിവിധ രൂപങ്ങളിലുള്ള അല്ലെങ്കിൽ കലാരൂപങ്ങളൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ഓണം വാരാഘോഷം നടക്കുക. അപ്പോൾ തിരുവനന്തപുരത്തെയും ഒപ്പം സംസ്ഥാനത്തെ ആകെ ഓണാഘോഷങ്ങളുടെ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ സമാപനം കുറിക്കുന്ന ചടങ്ങെന്ന് നാളെ നമുക്ക് വിശേഷിപ്പിക്കാം. തൃശ്ശൂരിലത് ഇന്നാണ്. ഈ പുലിക്കളിയോടുകൂടിയിട്ടാണ് അവിടെയും ഓണാഘോഷങ്ങൾക്ക് അവസാനമാകുന്നത്. നഗരത്തിലെ സ്കൂളുകൾക്കൊക്കെ ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ അവധിയാണ്. തിരുവനന്തപുരത്ത് നാളെ നഗരത്തിലുള്ള സ്കൂളുകൾക്കൊക്കെ നാളെ അവധി നൽകിയിട്ടുണ്ട്. ഓണം വാരാഘോഷ സമാപന പരിപാടിയോടനുബന്ധിച്ച്. അങ്ങനെ ഓരോ ഓണവും കൂടുതൽ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, കൂടുതൽ ഐശ്വര്യത്തോടുകൂടി നമുക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്നതാണ് ഓണം. വെറും നമ്മൾ വീട്ടിൽ ആഘോഷിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ മുഴുവൻ ഊർജ്ജമേകുന്ന, ഉണർവേകുന്ന ഒരു വലിയ
ആഘോഷമാണ്. ഓണക്കാലത്ത് വിപണി വളരെ സജീവമാവും. ഒരുപാട് മനുഷ്യർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള വരുമാന മാർഗം കിട്ടുന്നത് പോലും ഓണക്കാലത്താണ്. വലിയ തോതിൽ കച്ചവടങ്ങൾ നടക്കും. നമ്മുടെ പല ആഗ്രഹങ്ങളും ഒരുപക്ഷെ നമ്മൾ സാധിച്ചെടുക്കുന്ന ഓണക്കാലത്താണ്. പലതും ചിലത് വാങ്ങണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. ഓണക്കാലത്തെ കിട്ടുന്ന ബോണസും അല്ലെങ്കിൽ കിട്ടുന്ന അധിക വരുമാനവും ഒക്കെ ചേർത്ത് അത്തരം ആഗ്രഹങ്ങളൊക്കെ സാധ്യമാക്കുക എന്നതൊക്കെ ഈ ഓണക്കാലത്തെ ഓരോ സാധാരണ മനുഷ്യൻ്റെയും ജീവിത കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഓണവും വളരെ മനോഹരം. ഇപ്പോൾ കഴിഞ്ഞ ഓണമൊക്കെ നമുക്കറിയാം, വയനാട്ടിലെ ദുരന്തവും ഒക്കെ നമ്മളുണ്ടാക്കിയൊരു മാനസിക വിഷമം അത് ഓണത്തിൻ്റെ ഒരു ആഘോഷത്തെ ബാധിച്ചിരുന്നു. കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ പല വിധത്തിൽ നമുക്ക് സന്തോഷ കാഴ്ചകളൊക്കെ അകന്നുപോയി. പക്ഷേ ഇത്തവണ വളരെ മനോഹരമായി, വളരെ കൂടുതൽ ആർഭാടത്തോടെ ആഡംബരത്തോടെയൊക്കെ ഓണാഘോഷ ചടങ്ങുകൾ എല്ലായിടത്തും നടത്താൻ കഴിഞ്ഞു. അങ്ങനെ തന്നെ ഓരോ വർഷങ്ങളും ഉണ്ടാകട്ടെ എന്നതാണ്. ആഘോഷങ്ങൾ മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുന്നു, അവന് കൂടുതൽ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഇടപഴകാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു, ഒരുമയുണ്ടാക്കുന്നു. അങ്ങനെ പല വിധത്തിലാണ് ഒരു ആഘോഷം സമൂഹത്തിൽ അതിൻ്റെ ഒരു സ്വാധീനമുണ്ടാക്കുന്നത്. ഓണം പോലെ മലയാളിയെ അല്ലെങ്കിൽ കേരള സമൂഹത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ആഘോഷമില്ല എന്നത് പരമാർത്ഥമാണ്. ഓണം നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, ഓണത്തിൻ്റെ ഒരു ദിവസമെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ ശ്രമിക്കാത്ത ആളുകളുണ്ടാകില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം കുറച്ചു നേരം ഇരിക്കാൻ ശ്രമിക്കാത്ത ആളുകളുണ്ടാവില്ല, സന്തോഷകരമായി എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ ഓണക്കാലവും നല്ല ചിന്തകൾ മാത്രം അല്ലെങ്കിൽ സന്തോഷ നിമിഷങ്ങൾ മാത്രം നൽകണമെന്നില്ല. പക്ഷെ പരമാവധി ആളുകൾക്ക് സന്തോഷ കാഴ്ചകൾ തന്നെ നൽകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ. വരും ഓണങ്ങളും ഇതേപോലെ ഗംഭീരമാകട്ടെ. രാഗിൻ വീണ്ടും തുടരുന്നുണ്ട്. രാഗിൻ ദാ എത്രയോ ആളുകളാണല്ലേ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം ഈ വലിയ തിരക്ക് ഒക്കെ പലപ്പോഴും ഇത്ര തിരക്കിലേക്കൊക്കെ പോകണമോ എന്ന് ആളുകൾ ചിന്തിക്കുമ്പോഴും വീണ്ടും ഇത്തരം ആഘോഷങ്ങൾ വരുമ്പോൾ ആ ഒരു മടിയൊക്കെ മാറ്റിവെച്ച് നഗരങ്ങളിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് എല്ലാ ഓണാഘോഷ വേളയിലും കാണാം. ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നു. പരമാവധി ആളുകൾക്ക് സുഖകരമായി ഈ പുലികളെയൊക്കെ കാണാനുള്ള ഒരു അവസരം ഉണ്ട് അവിടെ, അല്ലേ? ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിന്റെ ഇരുവീഥികളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വിവിധ പുലികളി സംഘങ്ങളൊക്കെ തന്നെ പുലികളിയുമായി ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യന്തം ആവേശഭരിതമാണ് ഇക്കുറി. കാരണം 9 ടീം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 9 സംഘങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നിൽ 51ഓളം പുലികൾ വരും. അപ്പോൾ എത്രത്തോളം പുലികൾ ഉണ്ടാകുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഏകദേശം 10,450 പുലികൾ ഉണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതിന്റെ വളരെ ആസ്വദിച്ച് ചൂട് വെച്ച് പുലികൾക്കൊപ്പം ചേരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളുടെ ആംബിയൻസ് ലഭ്യമാണെങ്കിൽ കേൾക്കാം. ഗീവർഗീസ് പുണ്യാളൻ ആണ് അല്ലേ? ഗീവർഗീസ് പുണ്യാളൻ്റെ ഒരു നിശ്ചിത ദൃശ്യമാണ്. അപ്പോൾ